എന്റെ കൂടെ കോട്ടടി. നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ വീക്ക് ഡേയ്സിലുള്ള സെക്കൻഡ് ഷോക്ക് പോക്ക് നിർത്തണമെന്നുള്ളത്. അത് കഴിഞ്ഞ് ഒടുക്കത്തെ അവന്റെ കട്ടം കൂടി അത് വന്ന് കിടന്ന ഉറക്കം വരുമോ? ഒരുവന് മറ്റേ വർത്താനം പറയരുത്. നീ കട്ടൻ കുടിക്കാനെന്ന് പറഞ്ഞ് കയറിയിട്ട് ദോശയും സാമ്പാറും പൊറോട്ടയും ചിക്കനും എല്ലാം കൂടെ അടിച്ച് കയറ്റിയിട്ട് അവസാനം ദഹിക്കണമെന്ന് പറഞ്ഞ് 3 കിലോമീറ്റർ ആണ് നടക്കണം. പിന്നെ രാത്രി ഇത്ര ബോഡി വോമായിരുന്ന പിന്നെ എങ്ങനെയാണ് ഉറക്കം വരും? കിഴങ്ങ് മോർണിംഗ് ഗേൾസ്. ഗുഡ് മോർണിംഗ് ഗേൾസ്. ഹലോ, ചെവി പൊട്ടിപ്പോയാ? ഇവിടെ കിടന്ന് വിളിക്കണായിട്ടില്ലേ ഗുഡ് മോർണിംഗ് എന്ന്? എന്താണ് കോമേഴ്സ് ഇരിക്കുമ്പോൾ ഇരിക്കണ രണ്ടും? അളിയാ, ഇനി വല്ലതും വലിച്ച് കട്ടായതായിരിക്കുമോ? ചുമ്മാ എന്റെ പണം അങ്ങനെയൊന്നും ചെയ്യില്ല. അല്ല പിന്നെ ഇത്രയും മാനത്ത് നോക്കി ആലോചിച്ചോണ്ടിരിക്കാൻ എന്തുവാണ്? ഹലോ, ഒരുപാട് നോക്കി കഷ്ടപ്പെട്ടൊന്നും നിക്കണ്ട, ഒന്നും പറ്റിയിട്ടില്ല. കടുത്ത ചിന്തയിലാണ് ഞാൻ. അപ്പൊ എന്റെ മീനു മീനു ബേബി, ഹലോ പ്ലീസ് റെസ്പോണ്ട്. ടോമി കട്ട് കട്ട് കട്ട്. നീ ചുമ്മാ കളിയാ. വെള്ളം വല്ലതും കോരി ഒഴിച്ചു കൊടുക്കണോ ബോധം വരാൻ? അതാ ചോമയുടെ തിരുവാരോട്ടനെ ഒഴിച്ചു കൊടുക്കും. ഇത് നിന്റെ പെണ്ണായിപ്പോ ഇല്ലെങ്കിൽ മറുപടി അവള് കേട്ടാനെ. ഇത്തിരി ചുമ്മാ ഇരിക്കടാ. ഇനി ഇതിന്റെ പേര് കിടന്ന് കൊച്ചു പിള്ളേരെ കണക്കാക്കി. ബേബി എന്ത് പറ്റിയെന്ന് പറ, ഇങ്ങോട്ട് നോക്ക്. ടോമി പ്ലീസ്, എന്നെ ഇപ്പൊ ഒന്ന് വെറുതെ വിടണം. എനിക്ക് കളിച്ചുകൊണ്ടിരിക്കാൻ തീരെ സമയമില്ല. വൈ നോട്ട്, പ്ലീസ് ക്യാരി ഓൺ. ഞാനൊരു അണ്ടർസ്റ്റാൻഡിംഗ് പാർട്ണർ എന്നുള്ള നിലയ്ക്ക് മീനു എന്തോ കടുത്ത ചിന്തകളിലാണ്. അപ്പൊ മീനുവിന്റേതായ ചിന്തകളിൽ ഒന്ന് പോയി തരൂ ടോമി. തകഞ്ഞല്ലോ. ഓക്കെ ക്യാരി ഓൺ അല്ലേ? എന്നാലും ഇത്രയും സ്വയം മറന്ന് തലമുഖം ആലോചിച്ച് മലമറിക്കാൻ മാത്രം ഈ ഓഫീസിൽ എന്താണുള്ളത്? എടാ, ഇപ്പോഴും എന്റെ ബലമായ സംശയം അവര് അനാവശ്യമായിട്ടുള്ള എന്തോ സാധനം വലിച്ചു കയറ്റി കട്ടായതാണെന്നാണ്. ഇത്തിരി ചുമ്മാ ഇരിക്കൂടെ, കണ്ടുപിടിപ്പാ നടക്കണം. നീ ഇപ്പൊ ചോദിച്ചോണ്ടല്ലേ ഞാൻ മറുപടി പറഞ്ഞത്. ഇപ്പൊ എന്റെ കുറ്റമായ. ഇത് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചതല്ല, എന്നോട് സ്വയം ചോദിച്ചതാണ്. അങ്ങനെ നിന്നോട് നീ സ്വയം ചോദിക്കുന്നെങ്കിൽ നിനക്ക് കേൾക്കാൻ പാകത്തിൽ ചോദിക്കണം. എനിക്ക് കേൾക്കാൻ പാകത്തിൽ ചോദിച്ചാൽ ഇങ്ങനെയുള്ള മറുപടിയൊക്കെ വന്നിരിക്കും. തെറ്റ് പറ്റി, ക്ഷമിക്കണം. എന്നാലും എടാ കട്ടായതാണ്. യവനെ കൊണ്ട് വലിയ അതെ, നിങ്ങളുടെ സംസാര വിഷയം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുള്ള ഉത്തരവ് ഞാൻ രാവിലെ എന്നെ കണ്ടുപിടിക്കുകയും ചെയ്തു. എന്താണ് നിനക്ക് എങ്ങനെ മനസ്സിലായത്? അയ്യേ, ഇത് മനസ്സിലാക്കാൻ അത്ര ആനച്ചക്ക ബുദ്ധിയൊന്നും വേണ്ടല്ലോ. മേരി ആന്റിയും നിങ്ങൾക്കിട്ട് എന്തോ പണിഞ്ഞിട്ടുണ്ട്. പണിഞ്ഞ എന്തോ പണിഞ്ഞു? ഞാൻ രാവിലെ ഓഫീസിൽ വരുമ്പോ മേരി ആന്റി അവിടെ കല്ല് തുള്ളി നിൽക്കാറുന്നു. ഈ രണ്ടെണ്ണത്തിന് തപ്പി. മനസ്സിലായോ? ഇതിങ്ങൾ എന്തോ പീക്കിരി പ്രശ്നം പറഞ്ഞ് രാവിലെ തന്നെ ഉടുക്കത്തെ നടക്കാറുന്നു. ഞാൻ ക്യാൻറ്റീനിൽ ചെന്നപ്പോഴാണെങ്കിലും അവിടെ ഉടുക്കത്തെ ബഹളം. ഞാൻ ഒരു പ്രകാരത്തിൽ പറഞ്ഞ് ഓക്കെ ആക്കി മേരിമാൻ്റെ ക്യാബിനെ കൊണ്ടാക്കി. പക്ഷെ ഞാൻ അകത്ത് കയറിയില്ല, പുറത്തു നിന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് അവരെന്താ പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല. പക്ഷെ രണ്ടെണ്ണത്തിന് തമ്മിൽ തല്ലിച്ച് പുറത്താക്കുള്ള പരിപാടി എനിക്ക് മനസ്സിലായി. ഈ അമ്മച്ചിക്ക് ഇത് എന്തിന്റെ കേടാണ്? അത് തമ്മിൽ തല്ലിക്കാനാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് ഇവര് ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയൊക്കെയായിരുന്നു. പക്ഷെ ഞാനതിൽ ഇടപെടാൻ നിന്നില്ല. ഇടപെടാൻ ആളുണ്ടെന്ന് മനസ്സിലായ പിന്നെ അവരെ പ്രകസനം കണ്ടുവരും. ഈ തള്ളക്ക് ഇത് എന്തിന്റെ കുഴപ്പമാണ്? ഏത് സമയത്താണോ നമ്മളെ തന്തമാർ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ടോമി, ഇതിപ്പോ നമ്മൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടാൽ ഇത് കൂടുതൽ വഷളാകും. അതെ, അതുകൊണ്ട് നമ്മളൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ നമ്മളെ തടി വീഴുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അല്ല, അതങ്ങനെ വരും. ചിലപ്പോ ഉണ്ടല്ലോ നിങ്ങളെ തമ്പി തല്ലിപ്പിക്കാൻ വേണ്ടി ഇവരെ വെച്ച് കളിക്കുന്നതാണെങ്കിലോ. സാധാരണ അങ്ങനെയല്ലേ പതിവ്. എടാ, നിനക്കൊക്കെ ഇങ്ങനെ പറയാം. പക്ഷെ ആ 2 പെണ്ണുങ്ങളിൽ ഒരെണ്ണം ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ്. മനസ്സിലായേ? അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ ഇട്ടറിഞ്ഞിട്ട് പോകുന്നവനല്ല ഈ ടോമി. ഓക്കെ, അപ്പൊ കിട്ടുന്നതല്ല നീ ഒറ്റയ്ക്ക് വാങ്ങിക്കോണം. എന്നെ വിളിക്കരുത്, ഞാൻ വരൂല. ഇന്നലെയും കൂടെ അപ്പനെ വിളിച്ച് കെഞ്ചി കിരവിയാണ് കാശ് വാങ്ങിയത്. അപ്പോഴങ്ങനെ ഒരേ ഒരു കാര്യം എന്റെ അടുത്ത് പറഞ്ഞോളൂ, ഇനി ഒരു പ്രശ്നത്തിന് നിൽക്കരുത്, വള്ളി പിടിക്കരുത് എന്ന്. അതുകൊണ്ട് ഞാൻ ഇല്ല ടോമി, ഞാൻ പോണം. ഒരു പ്രശ്നം വരുമ്പോ എന്നെ തേച്ചിട്ട് പോണാണോ? നീ പോ. ഞാൻ പോവും, ഇത്തവണ ഞാൻ പോവും. ഞാൻ ഈ പ്രശ്നത്തിൽ നിൽക്കൂല. നീ പിന്നെ പ്രശ്നത്തിലില്ലെങ്കിൽ പിന്നെ എനിക്കത് പ്രശ്നം. ഞാനുമില്ല. കെട്ടാൻ പോണ പെണ്ണോ? കെട്ടാൻ പോണ പെണ്ണിന്റെ ഉയരൊന്നും പോകില്ലല്ലോ, ജോലിയല്ലേ പോവുള്ളൂ. അത് കുഴപ്പമില്ല, ഞാൻ തയ്ച്ച് കെട്ടിക്കോളാം. കേട്ടാ ജോമി, നീ വാടാ. എനിക്ക് എന്റെ ജോമിയാണ് ഒരു എനിക്ക് എന്റെ അപ്പനാണ് വലുത്. നീ വാടാ. ഇനി ഇവിടന്മാരെ ആര് സഹായിക്കും? ഇവിടെ കിടന്ന് അനുഭവിക്കും. ഇവന്മാരിവിടെ നിന്നാ ഇതിലൊരുത്തൻ ഒരു പെണ്ണിനെ സഹായിക്കും. ശമ്പളം കൂട്ടി കിട്ടുകയും ചെയ്യും. അതിനെ ഞാൻ സമ്മതിക്കില്ല. ഒരു ദിവസം 2 പേർക്കോട്ട് പണിയെടുക്കുമ്പോ എന്തൊരു സുഖ.
അളിയാ കാര്യമായ എന്തോ സെർച്ചിങ്ങിലാണ് രണ്ടും. നമ്മളവരെ മൈൻഡ് ചെയ്യുന്നില്ല, ഒറ്റ നടത്തം. ഓക്കെ ഓക്കെ. എന്താ മീനു? ടോമി, എനിക്കൊരു സഹായം വേണമായിരുന്നു. അയ്യോ മീനു, നമ്മളിപ്പോ രണ്ടുപേരും സഹായം ചെയ്യാൻ പറ്റിയ ഒരു സമയത്തിലല്ല. നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്, രണ്ടുപേരും പോണം അല്ലടാ. ടോമി എന്നെ സഹായിക്കില്ലേ? എപ്പോ സഹായിച്ചെന്ന് ചോദിച്ചാ പോരെ മീനു? അല്ലടാ മീനു, കുറച്ചൊക്കെ ഉത്തരവാദിത്തം കാണിക്കേ. ഞങ്ങൾ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകല്ലേ, അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ടേക്ക് കെയർ, ബൈ, സീ യു, ഐ ലവ് യു ടു. സോറി ടു. ഓക്കെ, ടോമി ഒരു ഹെൽപ്പ്. ടൈമില്ല. ഒരുവൻ മുതലാളി, ഉലകില്ലത്ത മുതലാളി. നിനക്കൊരു നല്ല കാലം വരും നാസർ. ഈ കമ്പനിയുടെ മുതലാളി ആവാനുള്ള അവസരം ഒട്ടും ദൂരെയല്ല. ഒരു ഉപകാരമില്ലാത്ത രണ്ടാവന്മാരാണ് ഈ കമ്പനിയുടെ മുതലാളിയായിട്ടിരിക്കുന്നത്. ഇതൊക്കെ എന്റെ കൈ കിട്ടണം. പിന്നെ ഞാൻ ആരാ? ഞാനിവിടെ പറഞ്ഞൊന്നും രേഷ്മ കേട്ടില്ലല്ലോ അല്ലേ? ഞാനൊന്നും കേട്ടില്ല. ഒന്നാമത് രാവിലെ മുതലേ ഒരു ഐഡിയ ആലോചിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കും. അല്ല, ഈ ഐഡിയ എന്ന് പറയാതെ എന്താ കാര്യം എന്ന് വെച്ചാ പറ. ലാസറേ, ഒരു ജ്വല്ലറി പരസ്യത്തിന് വേണ്ടിട്ടേ നല്ലൊരു ഐഡിയ വേണം. നിനക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ കാണും? അതല്ല, രാവിലെ രണ്ടെണ്ണം കൂടെ അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കണേ. അത് അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. ഒരു കിടുക്കാച്ച ഐഡിയ കൊടുത്തിട്ടേ അവളുടെ അഹങ്കാരം ഒന്ന് കെടുത്തിയെടുക്കണം. അതിനാണ് ഈ കഷ്ടപ്പാടൊക്കെ. ഓ, അങ്ങനെയാണല്ലേ. ഞാൻ സഹായിച്ച് നിനക്ക് കാശ് കൂട്ടി കിട്ടിയത് തന്നെ. എന്താ ആലോചിച്ചിട്ട് കിട്ടിയ? ഞാൻ ആലോചിച്ചത് എന്ത് ഐഡിയ കിട്ടാനാ? നിങ്ങളുടെ അത്ര വിദ്യാഭ്യാസവും നമുക്കില്ലല്ലോ. നിങ്ങൾ രാവിലെ മുതൽ ആലോചിച്ചിട്ട് കിട്ടാത്ത ഐഡിയ പിന്നെ ഞാൻ എങ്ങനെ ഒപ്പിക്കണേ? അതെ, ആലോചിച്ച് മറിക്കാനായിട്ട് ഒരാഴ്ച സമയമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോ തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ അവളെല്ലാം കൊണ്ടുപോകും. ഞാൻ നിസ്സഹായനാണ് രേഷ്മ. നിന്നോടൊക്കെ പറയാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇവക്ക് ഒരു കാരണവശാലും ഐഡിയ കിട്ടല്ല എന്റെ കർത്താവേ. ഐഡിയ ഒരുപാട് വായിച്ച സമയം കളയണ്ട മാഡം. എന്റെ തന്നെ ബെസ്റ്റ് എന്ന് എനിക്കറിയാം. പിന്നെ ഈ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് കഥാരചനയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ കാക്ക കല്ലിട്ട് കുടത്തുനിന്ന് വെള്ളം കുടിച്ച കഥ പരസ്യത്തിന് ആവശ്യമില്ലെന്ന് പറഞ്ഞു കൊടുക്കും മാഡം. മാഗസീനിൽ ഞാൻ എഴുതിയത് അച്ചടിച്ചു വന്നിട്ടുണ്ട്. അതെ, കഥാരചനയ്ക്ക് മാർക്കിടാൻ വന്നിരിക്കുന്ന ജഡ്ജൊന്നും അല്ല ഞാൻ. ഇതിപ്പോ ഒരു കൺസെപ്റ്റ് ചോദിച്ചപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിനുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇതിനൊക്കെ ഒരു മിനിമം ഡ്യൂറേഷൻ ഉണ്ട്. ആകെ കൂടെ ഒരു ആഡ് ഫിലിമിന് കിട്ടുന്ന 2 minutes ഡ്യൂറേഷൻ ആണ്. അയ്യോ, അപ്പൊ ഇത് കൊള്ളില്ല. ഇതിനകത്ത് അങ്ങനെ കൊള്ളിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മാഡം അങ്ങനെ പറയരുത് മാഡം. ഒരുപാട് ആലോചിച്ച് കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് എഴുതിയതാണ് അതിൽ ഓരോ വരിയും. വികാരാത്മകമായി കുഞ്ഞു സ്ക്രിപ്റ്റ് പരസ്യമാകുമ്പോൾ കാണുന്ന പ്രേക്ഷകരുടെ എന്നറിയും മാഡം. രേഷ്മ പണ്ട് സ്കൂളിൽ കഥാരചനയ്ക്കല്ലേ പ്രൈസ് മേടിച്ചെന്ന് പറഞ്ഞിരുന്നത്, തെരുവ് നാടകത്തിനൊന്നും അല്ലല്ലോ. എന്തൊരു ഓവർ ആക്ടിങ് ആണ് രേഷ്മ. മാഡത്തിന് എന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഇംപ്രസ്ഡ് ആയെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും മെച്ചുവേർഡ് ആയിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. നമ്മളിത് ക്ലയന്റിന് കൊടുത്ത് ഇതൊരു അഡ്വർടൈസ്മെന്റ് ആക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ക്ലയന്റിന് കസ്റ്റമേഴ്സിന്റെ ചാകരയായിരിക്കും മാഡം, ചാകര. നീ സ്വർണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോണെന്നാണോ പരസ്യം ചെയ്യാൻ പോണേ? അല്ല, കസ്റ്റമേഴ്സിന്റെ ചാകര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. പറയുമ്പോ ഒരു മയത്തിനൊക്കെ തള്ളാം. ഇത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ലക്ഷണം ഇല്ല. ഇത് രണ്ടും സെപ്പറേറ്റ് ഐഡിയ ആയിട്ട് എനിക്ക് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഐഡിയ മെർജ് ചെയ്ത് ഒരു കൺസെപ്റ്റ് ആയിട്ട് നിങ്ങൾ റെഡിയാക്കി കൊണ്ടുവരാൻ നോക്ക്. അല്ലാതെ ഇവിടെ കിടന്ന് തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കുകയല്ല വേണ്ടത്. അപ്പൊ ഞങ്ങളുടെ ഇൻക്രിമെന്റ് ഇൻക്രിമെന്റ് തെക്കോട്ട് നോക്കി ഇരുന്നാ മതി. നേരത്തും കാലത്തും ജോലിക്കും വരികയില്ല, വന്നാൽ മര്യാദക്കിട്ട് പണിയും എടുക്കത്തില്ല. നേരെ ചൊവ്വേ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇതിപ്പോ ചെയ്യുമായിരുന്നോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇൻക്രിമെന്റ് എന്നൊക്കെ പറഞ്ഞത്. എന്ത് മാഡം? ഇത് പോയി റെഡിയാക്കി കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ, നല്ല ഐഡിയ ആണെങ്കിൽ ഒരു 500 rupees നിങ്ങൾക്ക് ഞാൻ ഇൻസെന്റീവ് ആയിട്ട് തരാം. നിങ്ങളുടെ കഴിവിന് ഇപ്പൊ അതൊക്കെ തന്നെ ചെയ്യാൻ പറ്റും. എന്ത് മാഡം? എടുത്തോണ്ട് പോരണ്ടെണ്ണോ? ഒരു പണിയും അറിയത്തില്ല.